Good morning, guys, and welcome back. അങ്ങനെ എണീറ്റ് സെറ്റായിട്ടുണ്ട്. പക്ഷെ ഞാൻ ബെഡോ കാര്യങ്ങളോ ഒന്നും അറേഞ്ച് ചെയ്യുന്നില്ല. ബെഡ് ഇങ്ങനെ കിടന്നോട്ടെ, കാരണം നമുക്ക് ഇന്ന് ബെഡ്ഷീറ്റ് വിരിച്ചിടാൻ വേണ്ടി ബെഡ്ഷീറ്റ് മാറാനുള്ളതാണ്. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിയിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പം ഞാൻ ഓടിപ്പോയി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ഒരു കോഫിയൊക്കെ എടുത്തിട്ട് വരാം. അത് കഴിഞ്ഞ് നമുക്ക് കാണാം. കാരണം നമുക്ക് രാവിലെ പഠിക്കാനിരിക്കാനുള്ളതാണ്. എവിടെയോ എന്തോ ഒന്നും വന്നിട്ടില്ലേ? ഓക്കെ, അപ്പം ഞാൻ വേഗം പോയി മുഖമൊക്കെ കഴുകി ഫ്രഷ് ആവട്ടെ, എന്നിട്ട് നമുക്ക് പഠിക്കാതിരിക്കും. ഞാൻ അങ്ങനെ ഒരു കോഫി പേഴ്സൺ ഒന്നും അല്ല, ലൈക്ക് ഇപ്പോഴും അല്ല. പക്ഷേ ചായ കുടിക്കില്ല, അതിന് പകരം കോഫിയാണ് കുടിക്കുക. ഓക്കെ, കോഫി പേഴ്സൺ ഒന്നും ഡെയിലി എനിക്ക് കോഫി കിട്ടണം അങ്ങനെയൊന്നുമില്ല. വല്ലപ്പോഴും കുടിക്കും. ഇഷ്ടമുണ്ടെങ്കിൽ മനസ്സിനൊരു ഇഷ്ടമുണ്ടെങ്കിൽ കുടിക്കും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ കോൾഡ് കോഫി ഉണ്ടാക്കിക്കണം. പാല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒഴിച്ചാൽ നല്ല തണുപ്പാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സ്റ്റഡീസ് പ്ലാൻ ചെയ്യാം. ആക്ച്വലി ഇതാണ് എൻ്റെ ടൈം ടേബിള് നെക്സ്റ്റ് 3 വീക്സിലേക്കുള്ളത്. അടുത്ത 3 വീക്ക് എനിക്ക് ക്ലാസ് ആണ്. അതായത് ഇനി വരുന്ന ആഴ്ച കഴിഞ്ഞാൽ പിന്നെ 3 വീക്കിലേക്ക് എനിക്ക് ക്ലാസ് ആണ്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ടൈം ടേബിളാണിത്. ഓരോ ടീച്ചേഴ്സിൻ്റെ പേര്, ഏതൊക്കെ സബിന് വരും ടീച്ചേഴ്സിൻ്റെ പേരാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ. എനിക്കറിയില്ലല്ലോ സ്കൂളിൽ ഇങ്ങനെയാണോ എന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു പുതുമയായിരിക്കും. ആലോചിക്കുക, നമ്മുടെ ക്ലാസ്സിലൊക്കെ 10th +1 +2 ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും ഓരോ ടീച്ചേഴ്സിൻ്റെ പേര്. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ടീച്ചേഴ്സിൻ്റെ പേര് എന്നെ പഠിപ്പിച്ചിട്ട് ഓർമ്മ വരുന്നില്ല, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, കെമിസ്ട്രിക്ക് വരും മെല്ലോ, സിജുന്നോ മഞ്ജുന്നോ അങ്ങനെ വല്ലതൊക്കെ ആണെങ്കിലോ. നല്ല ക്രേസി അല്ലേ? ഇവിടെ അങ്ങനെയാണ് കേട്ടോ. കാബേഹ അല്ല, ഷോർട്ട് ഫോം ആണ് കേട്ടോ. കാബേഹ, BRI, അറിയൽ റിലീജിയോൻ്റെ ആണ്. FRO ടീച്ചറിൻ്റെ പേരാണ്. ഓക്കെ, പിന്നെ ഡോയ്ഷിന് മാത്രം DU, ഡോയ്ഷിൻ്റെ ഫോമാണ്. ഡോയ്ഷ് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഡോയ്ഷ് ഞങ്ങൾക്ക് സബ് ഉണ്ട്, പക്ഷേ ഡോയ്ഷിന് പകരം ഞങ്ങൾക്ക് വരുന്നത് STU ആണ്. STU എന്ന് വെച്ചാൽ ക്ലാസ് ടീച്ചറിൻ്റെ പേരാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ. അപ്പോൾ ഞാൻ എൻ്റെ പ്ലാൻ ഇത് ഇന്നലെ ആക്കിയതാണ്. ഇനി നമുക്ക് ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 വീക്കിലേക്ക് നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളതെന്ന് എഴുതി വെക്കണം. സോ എനിക്ക് ഇംഗ്ലീഷിലേക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പഠിച്ചിട്ട് പോയാലാണ് പറ്റുള്ളൂ. കാരണം നമുക്ക് നാട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് ടോപ്പിക്സ് കാര്യങ്ങൾ അറിയത്തുണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പം ന്യൂറോൺസ് അല്ലെങ്കിൽ നെർവൻ സിസ്റ്റം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുഞ്ഞിലെ പഠിച്ചതാണ്. കുഞ്ഞിലെന്ന് വെച്ചാൽ 10 വരെ കണ്ട് പഠിച്ചിട്ടുള്ളൂ. ബയോളജി എടുത്തിട്ടില്ല. പിന്നെ അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ വിവരമില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ പോകുമ്പോൾ ആൻസർ പറയാൻ അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ നോക്കി ഇപ്പം ഇതെല്ലാം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 3rd ഇയർ വരെയുള്ള എല്ലാം കംപ്ലീറ്റ് എക്സാംസിനും എല്ലാ കാര്യങ്ങളും ആ വെബ്സൈറ്റിനകത്ത് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇനി വരാൻ പോകുന്ന ടോപ്പിക്സ് ഏതാണെന്നാണ് നോക്കി എഴുതിയെടുക്കാൻ വേണ്ടി പോകുന്നത്. കുറേയൊക്കെ എഴുതിയെടുത്തു. പിന്നെ എല്ലാ സ്കൂളിലും ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പഠിക്കുന്ന സ്കൂളിൽ ഇങ്ങനൊരു സിസ്റ്റം ഉണ്ട്. സോ നമുക്ക് ഈസിയാണ്. സ്കൂൾ തുറക്കുന്നതിന് മുന്നേ കുറേ കൂടെ നമുക്ക് ഓക്കെ ഏത് ടോപ്പിക്കായിരിക്കും വരാമെന്നുള്ള പ്ലാൻ ചെയ്ത് നമുക്ക് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ എളുപ്പം തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. കണ്ടോ, ഓരോ ടൈമിൽ നമുക്ക് ഏതൊക്കെയാണെന്നുള്ളൊരു കാണിക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് ഇയർ ലാസ്റ്റിൽ ഞങ്ങൾക്ക് പ്രഗ്നൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഇതിൽ നിന്നിപ്പോൾ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്
ഇപ്പോൾ പഠിക്കാനായിട്ട് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് തെറാപ്പി മ്യോക്ലിഷ്കൈറ്റ് ആൻഡ് ഓങ്കോളജിയാണ്. അതായത് നമ്മുടെ ക്യാൻസറിന് നമുക്ക് വരുന്ന പോസിബിൾ ആയിട്ടുള്ള തെറാപ്പീസ്, ലൈക്ക് ഇപ്പോൾ കീമോതെറാപ്പി, അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഞാൻ കീമോതെറാപ്പി എന്ന് മാത്രമാണ് കേട്ടിട്ടുള്ളൂ. പിന്നെ റേഡിയേഷൻ ഉണ്ട്, സ്ട്രാലൻ തെറാപ്പി, പിന്നെന്താ ഓപ്പറേഷൻ ഉണ്ട്. ഇത് മൂന്നുമാണ് മെയിൻ വരുന്നത്. പിന്നെ ഇമ്മ്യൂൺ തെറാപ്പി ഉണ്ട്. അങ്ങനെ കുറേ തെറാപ്പികളുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഇരുത്തി പഠിക്കാം. കാരണം ഓൾറെഡി ഞങ്ങളത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയതാണ്. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ ടീച്ചർ എക്സ്ട്രാ ആയിട്ട് അത് അന്നേരം പഠിപ്പിച്ചതാണോ അത് ഇനി അതിൻ്റെ തുടർന്ന് വരുമോ എന്നുള്ളത് അറിയത്തില്ല. ഇൻ കേസ് അത് തുടർന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പണി കിട്ടും. കാരണം ഫസ്റ്റ് ഡേയിൽ പുള്ളിക്കാരിയുടെ ക്ലാസ് ഉണ്ട്. പുള്ളിക്കാരിയുടെ ക്ലാസ് ഇല്ല. ഫസ്റ്റ് വീക്കിൽ പുള്ളിക്കാരിക്ക് ക്ലാസ് ഇല്ല. സെക്കൻഡ് വീക്കിലാണ് പുള്ളിക്കാരിക്ക് ക്ലാസ് ഉള്ളൂ. എങ്കിൽ പോലും ഫസ്റ്റ് വീക്ക് നമുക്ക് ടാസ്ക്കാണ് പഠിച്ചെടുക്കില്ല. അപ്പം നമുക്ക് ഓങ്കോളജി ജസ്റ്റ് ക്യാൻസറും കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി വെക്കാം. എന്താണ് ക്യാൻസർ, എങ്ങനെ വരും, ബ്ലി എല്ലാം നോക്കി വെക്കാം. അപ്പം ഞാൻ നിങ്ങളെ എൻ്റെ കൂടെ കൊണ്ടുപോവാണ്. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുവാണെങ്കിൽ പഠിക്കാം. ക്യാൻസറിനെ പറ്റി കുറച്ച് എനിക്കറിയാവുന്നത് പോലെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സോ ഇവിടെയാണ് എൻ്റെ 1 സെറ്റ് ഓഫ് ബുക്സ് ഇരിക്കുന്നത്. മൊത്തം കൊളായിട്ടിരിക്കുകയാണ്. ഇതൊക്കെ അടുക്കി പറക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ബുക്സ് എടുക്കാം. ഇത് കംപ്ലീറ്റ് ക്രേപ്സാണ്. ഇത് സ്ട്രാലൻ തെറാപ്പി നമുക്ക് ആവശ്യമുണ്ട്. ക്രേപ്സ്, സ്പൈഷറിയൂറ്, മാഗൻ ക്രേപ്സ്, എർണേറുങ്, ലേബ്, കംപ്ലീറ്റ് ഈ നീല ബുക്ക് കംപ്ലീറ്റ് ക്രേപ്സിനെ പറ്റിയാണ്. ഓക്കെ, നമുക്ക് ഈ സ്ട്രാലൻ തെറാപ്പീൻ്റെ ബുക്ക് അങ്ങ് എടുക്കാം. ആൻഡ് I'm going to check another crepes. നമുക്ക് ഏത് ക്രേപ്സ് എടുക്കണം? നമുക്ക് മാഗൻ ക്രേപ്സ് എടുത്ത് പഠിച്ചാലോ? വേണ്ട, നമുക്ക് സ്പൈഷറിയൂറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? വേണ്ട, മുണ്ടെടുക്കാം. നമുക്ക് വായിന്ന് തുടങ്ങാം. ഇവിടെ മുണ്ട്, ഇതാണ് നമുക്ക് ടോപ്പിക്. സോ ഗൈസ്, അങ്ങനെ എൻ്റെ 25 മിനിറ്റ്സ് ടൈമിൽ പഠിച്ചിട്ടുണ്ടായി. ഇടയ്ക്ക് ഞാൻ വീട്ടിൽ വിളിച്ചും കൂടി വിളിച്ചാണ്. പിന്നെ അതെടുത്ത് അതിൻ്റെ കൂടെ എഴുതിക്കൊണ്ടിരുന്നു. ഇനി എനിക്ക് ചെറിയൊരു പാട്ടോടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആവും. അപ്പം അതോടെ ഏത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ബ്രേക്ക് എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോഴത്തേക്ക് ചായം കുടിച്ച് ചെയ്യും. അപ്പോഴത്തേക്ക് എൻ്റെ ബോയിൽ ചെയ്യാനിട്ട എഗ്ഗും റെഡിയാവും. അത് തന്നെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്താണ് ഞാൻ എത്ര നേരം കൊണ്ട് എഴുതിയെടുത്തതെന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പം എനിക്ക് 5 മിനിറ്റ്സ് ബ്രേക്കാണുള്ളത്. അപ്പോൾ ആ 5 മിനിറ്റ്സ് ബ്രേക്കിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്താണുള്ളത്. ഇപ്പോൾ 6:35 6:40 ആകുമ്പോഴത്തേക്കും ബ്രേക്ക് കഴിയും. അപ്പോൾ ഇതാണ് ഞാൻ എഴുതിയിരിക്കുന്ന നോട്ട്. ഓക്കെ, സോ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ്ലി ക്രേപ്സ് എന്താണെന്ന് ഞാൻ എഴുതി. ക്രേപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ക്രേപ്സ് സാധനം സാമൽ ബെസ്സൈഷനും ഫ്യോ ഫേർഷീറ്റിനും ബ്യൂസാറ്റിക ട്യൂമോർ അക്രാങ്കോൺ വെയിറ്റ് കോൾ ചെയ്യുന്നുണ്ട്. Hi, good morning. Morning, my name is Akshay. Okay, excuse me. Actually, I'm taking a video. Would you like to join? Yes. Okay. So, Nandu ആണ് കോളിൽ. ഞാൻ കാണിച്ചു തരാം നന്ദുനെ. Say hi, Nandu. Hi. എന്നെ കഴിക്കണേ? കപ്പയും ലിയോപ്പിയും. ലിയോപ്പി നന്ദുവിൻ്റെ പട്ടിയാണ്. സോ ഇന്നലെ ഞാനൊരു കമൻറ്റ് ഉണ്ടായിരുന്നു നന്ദുചേട്ടൻ എന്തെടുക്കുന്നു ചോദിച്ചിട്ട്. നന്ദുചേട്ടൻ എൻ്റെ വീട്ടിലിരുന്ന് കപ്പയും ലിയോപ്പിനെ അടിച്ചുകൊണ്ടിരിക്കണം. ക്രേപ്സ് എന്ന് കേട്ടിട്ടില്ല? ഗ്രേപ്സ് അല്ല, ക്രേപ്സ്. ഓക്കെ, ഷോ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നെന്തായിരുന്നു? ക്രേപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെക്സിസാന സാമൽ ബെറ്റ്സായഷനും ഫ്യോ ഫെഷീലിനെ പ്യോസാറ്റുക ട്യൂമോ ക്രാങ്കുങ്ങൻ ട്യൂമോർ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ക്രേപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ
entsteht durch unkontrollierte Zellteilung und kann sich auf andere Gewebe oder Organe ausbreiten. പിന്നെ നമ്മൾ സ്റ്റേജിങ് ആണ് പഠിക്കുന്നത്. സ്റ്റേജിങ് എന്ന് തന്നെയാണ് ജർമ്മനിൽ പറയുന്നത്. ബിക്കോസ് ഇംഗ്ലീഷ് വാക്ക് കുറേ നമ്മളിവിടെ യൂസ് ചെയ്യാറുണ്ട്. മെഡിസിൻ റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ കുറേ ഇംഗ്ലീഷ് വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ സ്റ്റേജിങ് ദസ് ട്യൂമോ, ഒന്ന് ടേ 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 അല്ലെങ്കിൽ ടി ടേ ട്യൂമോ und Ausbreitung des Tumors. ടേനുള്ളാണെങ്കിൽ കൈൻ ട്യൂമോ nachweisbar ആണ്. ടേ IS എന്നാണെങ്കിൽ കാർസിനോം ഇൻ സിറ്റു ആണ്. TI MIC ആണെങ്കിൽ മിക്രോ കാർസിനോം ബിസ് 0,1 സെൻറ്റിമീറ്റർ ആണ്. TI1 ആണെങ്കിൽ ട്യൂമോ ബിസ് 5 സെൻറ്റിമീറ്റർ. T2 ആണെങ്കിൽ ട്യൂമോ ബിസ് 5 സെൻറ്റിമീറ്റർ. T3 ആണെങ്കിൽ mehr als 5 സെൻറ്റിമീറ്റർ ആണ് ട്യൂമോർ. T4 ആണെങ്കിൽ ട്യൂമോ യുടെ ഗ്രോസമെത്ത് ഔസ്ഡെയ്നും. അങ്ങനെയാണ്. പിന്നെ N എന്ന് പറയുമ്പോൾ ലിംഫ് നോട്ടിനെയാണ് പറയുന്നത്. അപ്പം എന്നുള്ളാണെങ്കിൽ കൈൻ റീഗ്യുനാലൻ ലിംഫ് നോട്ടൻ ബിഫാളൻ. N1 ആണെങ്കിൽ മെറ്റാസ്റ്റാസൻ ഇം ലിംഫ് നോട്ടൻ 0,2 സെൻറ്റിമീറ്റർ ആണ്. N2 ആണെങ്കിൽ മെറ്റാസ്റ്റാസൻ ഇം ലിംഫ് നോട്ടൻ അക്സൽഹോല ദ സെൽബൻ സൈറ്റ് ആണ്. N3 ആണെങ്കിൽ മെറ്റാസ്റ്റാസൻ ഇം ലിംഫ് നോട്ടൻ എൻലാങ് ദ അർട്ടീരിയ മമേരിയ ഇന്റീരിയ. ഓക്കെ. M ആണെങ്കിൽ ഫേൻ മെറ്റാസ്റ്റാസൻ ആണ്. അപ്പോൾ MX എന്ന് പറയുമ്പോഴത്തേക്കും ഫേൻ മെറ്റാസ്റ്റാസൻ können nicht beurteilt werden. M0 ആണെങ്കിൽ nicht anhalt für Fernmetastasen. M1 ആണെങ്കിൽ Fernmetastasen nachweisbar. Fernmetastasen sind entsprechend benannt. OSS-ലാവാം അല്ലെങ്കിൽ ബ്രാ എന്ന് പറയും. നമുക്ക് ബ്രാ എന്ന് പറയുന്നത് ഷോർട്ട് ഫോം ഓഫ് ബ്രെയിൻ ആണ് കേട്ടോ. PUL പുൾമോണാൽ എന്നുള്ളൊരു ഇതിലെല്ലാം ഇങ്ങനെയാണ് പറയുന്നത്. OSS എന്ന് പറഞ്ഞാൽ ക്ലോഹനാണ്. ഓക്കെ. ഹായ് നന്ദു വീഡർ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും നേരം ഞാൻ നന്ദുവിനെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇനി കുറച്ച് കാര്യങ്ങൾ നന്ദു എന്നെ പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. അത് നിങ്ങൾക്ക് കേൾക്കാം. ഓക്കെ, നന്ദുരാജനെ സോഷ്യൽ സൈക്കോളജിയാണ് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഗൈസ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ലൈക്കിംഗ് ലവ് ടെൻഡൻസി പഠിപ്പിക്കാം. ലൈക്കിംഗ് ലവ് ടെൻഡൻസി. ഓക്കെ. നമ്മുടെ ജഡ്ജ്മെന്റ് ചില സമയത്ത് തെറ്റിപ്പോകാറുണ്ട് ഈ ലൈക്കിംഗ് ലവ് ടെൻഡൻസി വഴി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്നേഹിക്കുന്ന ഓക്കെ, എനിക്കറിയാം. നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മളെ കറക്റ്റ് ജഡ്ജ്മെന്റ് പറയില്ല. അതല്ല, നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ നമ്മൾ മിസ്റ്റേക്ക് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം അയാളെ കുറ്റം ചെയ്താലും നമ്മൾ അയാളെ കുറ്റം ചെയ്തിട്ടില്ല. ഞാൻ നിന്നെ വിശ്വസിക്കുന്നത് പോലെ. ഇപ്പം ഒരു അമ്മ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരമ്മ ആ അമ്മയുടെ മകനോ മക്കളോ എന്തെങ്കിലും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ അതൊരു അവർക്കതൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരങ്ങനെ കുറ്റം ചെയ്തു. ഓക്കെ, എൻ്റെ വ്യൂവേഴ്സിനോട് വേണ്ട അതാണ് ലൈക്കിംഗ് ലവ് ടെൻഡൻസിയോ. അതുപോലെ തന്നെ ലൈക്കിംഗ് ലവ് ടെൻഡൻസി എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഈ കേസസ് എനിക്കറിയാം. ലൈക്ക് അമ്മമാരൊരിക്കലും നമ്മൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അംഗീകരിക്കില്ല, അതെനിക്കറിയാം. പക്ഷെ അതിൻ്റെ പേര് ലൈക്കിംഗ് ലവ് ടെൻഡൻസിയിലാണ്. സൈക്കോളജി അല്ലേ, സൈക്കോളജിയിൽ പറയുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്ക് കേൾക്കത്തില്ല. അതാണ് സൈക്കോളജിപരമായ കുറച്ച് കാര്യം. എന്നെ ഇവനെങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ. പക്ഷെ പേര് ഞാൻ മറന്നു, സംഭവം എൻ്റെ ഓർമ്മയിൽ ഇരിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും ആൾക്കാരെ. ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇഷ്ടമുള്ള ഒരാളെ ഭയങ്കരമായിട്ട് നമ്മൾ പൊക്കും. നമുക്ക് ഒരു അവരിലൊരു നമുക്കൊരു വിശ്വാസം ഒരു ഇതൊക്കെ കാണും. അപ്പൊ നമ്മുടെ ജഡ്ജ്മെന്റ് അവിടെ തെറ്റിപ്പോ ഇൻ കേസ് അവരിപ്പോ ഒരു കാര്യം പറയുവാണ്, ഇതാ ശരി എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് വിശ്വസിക്കും. ശരിയാ. ഇങ്ങനെ അവൻ എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു തരാറുണ്ട് കേട്ടോ. മോനെ ഒരു ബൈ കൂടെ പറഞ്ഞുതരാം എൻ്റെ ചാനലിൽ. ഞാൻ നീയുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യാണ്. എനിക്ക് നിന്നോട് ഇനി സംസാരിക്കാൻ താല്പര്യമില്ല. ഓക്കെ, ബൈ. Don't play with her, don't be dishonest.